സ്മൂത്ത്. സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് വിശുദ്ധ കുർബാന മധ്യേ പ്രസംഗം ഉണ്ടായിരിക്കില്ല. ഒരു 2 വാക്ക് ഞാൻ ആദ്യമേ പറയുകയാണ്. എൻ്റെ മനസ്സ് വളരെയേറെ അസ്വസ്ഥമാണ്. കാരണം നമ്മുടെ ബിഷപ്പ് ഹൗസിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളെപ്പോലെ ഞാൻ ഒരിക്കൽ പോലും എൻ്റെ വ്യക്തിപരമായ നിലപാടുകൾ ഈ ബലിമേശയിൽ നിന്ന് പ്രകടിപ്പിച്ചിട്ടില്ല. അത് പ്രകടിപ്പിക്കുകയുമില്ല. കാരണം ഇവിടെ വിളമ്പേണ്ടത് വചനമാണെന്ന് എനിക്കറിയാം. സ്നേഹം നിറഞ്ഞവരെ, ഈ തക്സ പുസ്തകത്തിന്റെ ആദ്യത്തിൽ എഴുതി വെച്ചേക്കുന്ന മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ ഉദ്ബോധിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യം മാത്രം പറഞ്ഞ് ഞാൻ വിശുദ്ധ കുർബാന ആരംഭിക്കും. ടൈം ഈസ് ഗ്രേറ്റർ ദാൻ സ്പേസ്. ടൈം ഈസ് ഗ്രേറ്റർ ദാൻ സ്പേസ്. നമ്മൾ എപ്പോഴൊക്കെ ഈ സമയത്തെ അധികാരം കൊണ്ടും പ്രഷർ കൊണ്ടും ബലം പിടിക്കുന്നുവോ, അവിടെ പൊട്ടിത്തെറികൾ ഉണ്ടാവും. ആൻഡ് ഇറ്റ് ഈസ് ഹാപ്പനിങ്. നിങ്ങൾ വിചാരിക്കരുത് അച്ഛന്മാര് ഇത്രയും ദിവസം അവിടെ രാജാക്കന്മാരെ പോലെയാണ് അരമനയിൽ കഴിഞ്ഞതെന്ന് വിചാരിക്കരുത്. ഇന്ന് അവരെ അവിടെ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. നിങ്ങൾ സന്തോഷിക്കുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞു വരണമായിരുന്നു. പക്ഷെ എൻ്റെ നിലപാട് അങ്ങനെയല്ല. അർപ്പിക്കുമ്പോഴും എനിക്കൊരു പ്രത്യാശയുണ്ട്. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ പൈതൃകമായ ജനാഭിമ കുർബാന എന്നെങ്കിലും ഒരിക്കൽ എനിക്കും ചൊല്ലാനാകും. ആ ഒരു പ്രത്യാശയിലാണ് ഞാനും മുന്നോട്ട് ജീവിക്കുക. കാരണം അതിൽ നീതിയുണ്ട്. നിങ്ങൾ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുള്ളവരാണെന്ന് എനിക്കറിയാം. അതിനെ മുറിവേൽപ്പിക്കാനോ അതിനെ എതിർക്കാനോ അല്ല ഞാനിത് പറയുന്നത്. ബിക്കോസ് നമ്മൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, പക്ഷേ ക്രിസ്തുവിൽ ഒന്നാണ്. അത് പറയുവാൻ വേണ്ടി മാത്രമാണ്. ആ സ്നേഹത്തോടെ തന്നെയാണ് ഞാൻ ഈ ഏകീകൃത ബലി ആരംഭിക്കുന്നത്. ഇത് പ്രസംഗത്തിന്റെ ഇടയ്ക്ക് പറയാതെ ഈ വിശുദ്ധ കുർബാനയുടെ ആരംഭത്തിൽ പറയാൻ കാരണം എൻ്റെ മനസ്സ് അച്ഛന്മാരോടൊപ്പമാണ്. ഞാൻ അർപ്പിക്കുന്നത് ക്രിസ്തുവിന്റെ ബലിയാണ്. തടസ്സമുണ്ടെങ്കിൽ പറയാം. കാരണം ഞാൻ ഇങ്ങനെ വരെ ഇവിടെ ഉണ്ടോ, ഇവിടെ തുടരുന്നത് വരെ ചെയ്യുക. എങ്കിലും വിളിച്ചാൽ ഏകീകൃത അർപ്പിച്ചുകൊണ്ട് ജനാഭിമുഖ കുർബാന ചൊല്ലുന്നവരുടെ ഒപ്പമാണോ എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. യുവർ ഫ്രീഡം. ഐ വിൽ നോട്ട് ബ്രേക്ക് ദാറ്റ്. നമുക്ക് നമ്മുടെ അതിരൂപതയെ സമർപ്പിച്ചുകൊണ്ട് ഇപ്പോൾ നടക്കുന്ന പ്രശ്നത്തെ, നിങ്ങൾക്ക് നിങ്ങളുടേതായ നിലപാടുകളുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ബോധ്യം അനുസരിച്ച് പ്രാർത്ഥിക്കുക. എൻ്റെ നിയോഗം അതിരൂപത ഐക്യത്തിൽ മുന്നോട്ട് പോകണമെന്നതാണ്. ആ നിയോഗത്തിൽ ഞാനും ഈ ബലി അർപ്പിക്കുകയാണ്.